നല്ല നല്ല ഫിലിമാണ്. മോള് പറഞ്ഞു മോക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നില്ല, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയത്. കോമഡി ചിരിക്കാൻ കുറച്ചൊക്കെ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. എല്ലാവർക്കും അത്യാവശ്യം റോളുള്ളതാണ്. പടം കൊള്ളാം. ഫുള്ളി ഫാമിലി ഹ്യൂമറാണ്. മനോജ് പാലോടൻ സംവിധാനം ചെയ്ത് നമ്മുടെ അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, മേജർ രവി തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന രവീന്ദ്ര നീ എവിടെയെന്ന് റിലീസായി സിനിമയുണ്ടെന്ന് സിനിമ പ്രശ്നം ചോദിച്ചു നോക്കാം. കോമഡിയൊക്കെ ഉണ്ടോ? നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട പടം? നമുക്ക് കണ്ടിരിക്കാൻ ഒരു സുഖമുള്ള ഫിലിമായിരുന്നു. പിന്നെ അടുത്തെന്താവും എന്നൊരു ചിന്ത ഉള്ളിൽ വരുത്തുന്ന ഒരു ഫിലിമായിരുന്നു. ധ്യാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഒരു മോശം എന്ന് പറയാൻ ആരുമില്ല. എല്ലാവരും നല്ല ആക്ടേഴ്സ് വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല ഫിലിമാണ്. മോള് പറഞ്ഞു മോക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നില്ല, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം. കോമഡി ചിരിക്കാൻ കുറച്ചൊക്കെ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കാണാം. ധ്യാനൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ധ്യാനൊക്കെ ഉള്ളത്. എങ്കിലും അനൂപനാണ് മെയിൻ ക്യാരക്ടർ ചെയ്യണത്. അത് എന്താ വെച്ചാൽ അങ്ങനെ ഇല്ല, ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. പ്രത്യേകിച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ധ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ അങ്ങനെ വലുതായിട്ടൊന്നും സീനില് ഇല്ല, പക്ഷെ കൂടുതലും കാണാൻ പറ്റിയ സിനിമയാണല്ലോ. കാണാൻ പറ്റിയ സിനിമയാണ്. പടത്തിൽ മൊത്തത്തിൽ കുടുംബ ചിത്രമാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. 2 മണിക്കൂർ നമുക്ക് സമയം. നല്ല റോളുണ്ടോ? അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം റോളുള്ളതാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ ഫാമിലിക്ക് കാണാൻ പറ്റിയ ചിത്രമാണ്. മെസ്സേജ് വല്ലതും ഉണ്ടോ സിനിമയ്ക്കകത്ത്? അങ്ങനെ മെസ്സേജ് നല്ലൊരു ഫാമിലി ചിത്രമാണ്. പടം കൊള്ളാം. ഫുള്ളി ഫാമിലി ഹ്യൂമറാണ്. പിന്നെ മനോൻ്റെ ഇളയ മോളാണ് മലർ. മറ്റേ ശിലു അവർ അനൂപ് മേനോൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് ധ്യാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അനുവിൻ്റെ 3ാമത്തെ സിനിമയാണ് ഇത്. 2 പോലീസ്, 5 വർഷം സിഗ്നേച്ചർ, 5 വർഷം 3ാമത് ചെയ്യുന്ന പടമാണിത്.